കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി നിർദ്ദേശിക്കപ്പെട്ട പദ്ധതികളും അതിന്റെ പുരോഗതിയും സംസ്ഥാനതല ബാങ്കിംഗ് സമിതി യോഗത്തിന്റെ പരിഗണനയ്ക്ക് വെച്ച റിപ്പോർട്ടിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിലാണ് വിവിധ വകുപ്പുകളുടെ വീഴ്ച അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. റിപ്പോർട്ട് ഏറ്റവും അധികം വിമർശിക്കുന്നത് കൃഷി വകുപ്പിന്റെ അനാസ്ഥയാണ്. പദ്ധതി നടപ്പാക്കുന്നതിന് മുൻകൈ എടുക്കേണ്ട കൃഷി വകുപ്പിന്റെ പ്രതിനിധികൾ പലപ്പോഴും ഇത് സംബന്ധിച്ച യോഗത്തിൽ പോലും പങ്കെടുക്കാറില്ല. നിശ്ചിത കാലാവധിയുള്ള വായ്പകളുടെ വിതരണ ലക്ഷ്യം കൈവരിക്കുന്നതിനായി വിവിധ വിനിമയ ബോർഡുകൾ, ആസൂത്രണ ബോർഡ്, ബാങ്കുകൾ എന്നിവയുടെ സംയുക്ത യോഗം കൃഷി വകുപ്പ് മുൻകൈയെടുത്ത് വിളിച്ചു ചേർക്കണമെന്ന് തീരുമാനിച്ചെങ്കിലും നടന്നില്ല. എല്ലാ വകുപ്പുകൾക്കും സ്വീകാര്യമായ ഏകീകൃത ധനസഹായ വിതരണം ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കൃഷി വകുപ്പിന്റെ അലംഭാവം നിമിത്തം ഉപേക്ഷിക്കപ്പെട്ടു. കിസാൻ ക്രെഡിറ്റ് കാർഡുള്ള കർഷകരുടെ കൃത്യമായ പട്ടിക സമർപ്പിക്കാൻ കൃഷി വകുപ്പിന് സാധിക്കാതെ പോയത് തുടർ നടപടികൾ വൈകുന്നതിന് കാരണമായി. കാർഷിക വായ്പകൾക്കുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവ് വാണിജ്യ ബാങ്കുകൾ കൂടി അനുവദിക്കണമെന്ന നിർദ്ദേശത്തിന്റെ ഫയൽ മുന്നോട്ട് നീക്കുന്നതിൽ ധനകാര്യ നികുതി വകുപ്പുകൾ വീഴ്ച വരുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിദ്യാഭ്യാസ വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിന് കുറച്ചുകൂടി അനുഭാവപൂർണ്ണമായ നിലപാട് ബാങ്കുകൾ സ്വീകരിക്കണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കാർഷിക വിദ്യാഭ്യാസ വായ്പകൾക്ക് കാര്യക്ഷമമായ ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്തണം. വിദ്യാർത്ഥികളടക്കമുള്ള യുവസംരംഭകരെ ബാങ്കുകൾ പിന്തുണയ്ക്കണം. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സഹായം ലഭ്യമാക്കാൻ ബാങ്കുകൾ തയ്യാറാവണമെന്നും ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചു. The bank should evolve a proper and effective insurance scheme for agriculture and education loans. The state has been a huge tragedy to be caused due to endosulfan. Here the bank should also come forward and as a part of their corporate social responsibility to the rehabilitation efforts. മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് സംസ്ഥാനത്തെ ലീഡ് ബാങ്കായ കാനറ ബാങ്ക് എൻഡോസൾഫാൻ ദുരിതാശ്വാസത്തിന് 50 ലക്ഷം രൂപ അനുവദിക്കുന്നതായി ചെയർമാൻ ആർ കെ ദുബെ പ്രഖ്യാപിച്ചു. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.